പിടിക്കാനൊന്നുമില്ല. അമ്മയുടെ പുന്നാര മോനില്ലേ, അവൻ മനഃപൂർവ്വം ഞങ്ങളെ മെട്രോ കാണിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തതാ. നീ ആവശ്യമില്ലാത്തൊന്നും പറയരുത്. അവൻ അങ്ങനെ ചെയ്യുന്നവനല്ല. അവൻ അങ്ങനെ ചെയ്യില്ലായിരിക്കും, പക്ഷെ അവന്റെ ഭാര്യ എടുത്തിണ്ടല്ലോ ഇവിടെ, അവള് മനഃപൂർവ്വം ഓതി കൊടുത്തതായത്. അവളെ അമ്മ ഇങ്ങോട്ടൊന്ന് വിളിച്ചു. എനിക്ക് ഇല്ല, അവര് മെട്രോ കാണാൻ പോയി. ഓഹോ, അത് ശരി. അപ്പൊ ഞങ്ങളെ യാത്ര മുടക്കിയിട്ട് അവർ ആദ്യം എത്താനുള്ള പരിപാടിയായിരുന്നല്ലേ വെച്ചിട്ടുണ്ടമ്മ. ഞാനിതിന് പകരം ചോദിക്കും. നീ കാണിച്ച നീലടാ തോന്നിയ ദിവസം കാണിച്ച. ഞാൻ എന്ത് തോന്നിയ ദിവസം കാണിച്ചത്? എന്ത് തോന്നിയ ദിവസം ഞാൻ കാണിച്ചത്? ഞങ്ങളുടെ യാത്ര മുടക്കാനായിട്ട് അവൻ വിളിച്ചു കള്ള ഫോൺ ചെയ്തിട്ട് നുണ പറയാൻ നിൽക്കരുത്. എന്റെ ക്ലീറ്റസേ, നിനക്ക് എന്റെ സ്വഭാവം അറിഞ്ഞൂടാ. നിന്റെ കൊച്ചപ്പച്ച മരിച്ചെന്ന് നുണ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടെണ്ണത്തിന് നെയ്യാറ്റിങ്ങനെ പറഞ്ഞാ നീ. നിങ്ങൾ നെയ്യാറ്റിങ്ങനെ പോയോ? പിന്നെ നെയ്യാറ്റിങ്ങനെ പോവില്ലേ? അയ്യോ, നിന്റെ കൊച്ചപ്പച്ചനാ കുഞ്ഞപ്പച്ചന ആരും മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോവാതിരിക്കും. പോണ്ടാ 100 വട്ടം പറഞ്ഞാണ് ഞാൻ ഇവളോട്. അപ്പൊ അവള് പറയാണ് എനിക്ക് ആകെ ഒരു നാത്തൂനല്ലേ ഉള്ളൂ, ആ നാത്തൂന്റെ ഭർത്താവിന്റെ കുഞ്ഞപ്പച്ചൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകണ്ടേ, പോയില്ലെങ്കിൽ തറവാടിന് മോശം. ഇപ്പൊ എങ്ങനെയുണ്ടടി? എങ്ങനെയുണ്ട് ഇപ്പൊ? അല്ല തണ്ടോ നീ എന്താ നിന്ന് മറ്റേ പരയാതെ ഞങ്ങളെ ആരും ഫോൺ ചെയ്ത് പറഞ്ഞു. ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോ ഒരു കറിയാച്ചൻ എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചപ്പച്ചൻ ഇങ്ങനെ മരിച്ചു, ആശുപത്രിയിൽ നിന്ന് ഇപ്പൊ വീട്ടിൽ ബോഡി കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ അളിയനെ കൂടെ ഒന്ന് വിളിച്ചറിയിക്കാൻ, വരണമെങ്കിൽ വരട്ടെ എന്ന്. എന്റെ അമ്മ, എനിക്ക് ഇയാളെ ബോഡി കാണണമെന്ന് യാതൊരു താല്പര്യമില്ല. കാരണം ഇന്ന് വരെ അയാളെ കണ്ടിട്ടില്ലല്ലോ. ഇവളുടെ ഒരൊറ്റ നിർബന്ധം, അത് കാരണമാണ് പോയത്. പറഞ്ഞു കൊടുക്കണേ എന്തൊക്കെ ഉണ്ടായതെന്ന്. സോറി, ഞാൻ അറിഞ്ഞില്ലടാ. ഞാൻ നിന്നെ കൊറേ തെറ്റിദ്ധരിച്ച്. എന്താ ഞങ്ങളുടെ മെട്രോ പോക്ക് മുടക്കാൻ വേണ്ടിട്ട് നീ മനഃപൂർവ്വം ഇവനെ കൊണ്ട് ചെയ്യിച്ചതാന്നാ വിചാരിച്ചേ. പറയുന്നത് കേട്ടോ അമ്മ. നാഥനറിയാമോ, ഈ വിവരം അറിഞ്ഞ ഉടനെ ഞങ്ങള് നെയ്യാറ്റിങ്ങരക്ക് പുറപ്പെട്ടു. എന്റെ അമ്മയെ നെയ്യാറ്റിങ്ങര ബസ് നോക്കി നിന്നിട്ട് ഒരെണ്ണം വന്നു. കാല് കുത്താൻ സ്ഥലമില്ല അമ്മ, അതിലാ തിരക്ക്. ഏട്ടനാണെങ്കിൽ 3ാമത്തെ ചവിട്ടുകൂടി തൂങ്ങി കിടക്കുമായിരുന്നു. ഒന്നും പറ്റാത്തത് എന്താ ദൈവാധീനം. എന്നിട്ട് ആ വണ്ടിയിൽ എങ്ങനെയെങ്കിലും ഒന്ന് നെയ്യാറ്റിങ്ങര എത്തിയാ മതിയെന്നും പറഞ്ഞാ ഞങ്ങൾ അതൊക്കെ സഹിച്ചു നിന്നത്. അപ്പൊ അത് പകുതി വഴിക്ക് ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ അവിടെ എല്ലാരും ഇറക്കി വിട്ടമ്മ. കൊറേ നേരം ഞങ്ങള് വേറെ വണ്ടിക്കൊക്കെ കൈ കാണിച്ചേ, ഒരു വണ്ടി പോലും നിർത്തിയില്ല. അപ്പൊ ഏട്ടൻ പറഞ്ഞു ഇനി ഇവിടെ നിന്ന സമയം പോവുള്ളൂ, നടക്കാന്ന്. എന്തോരം ഞങ്ങൾ നടന്നെന്നറിയാമോ? ഒരുപാട് ദൂരം നടന്നു നാത്തൂനെ. അവസാനം ഒരു ഓട്ടോ സ്റ്റാൻഡ് കണ്ടപ്പോ ഏട്ടൻ പറഞ്ഞു ഇനിയിപ്പോ ഓട്ടോയ്ക്ക് പോവാം. ഓട്ടോക്കാരൻ പറഞ്ഞു ഒരുപാട് കൂലിയാവൂന്ന്. ഞാൻ പറഞ്ഞു സാരമില്ല, ക്ലീറ്റോ ചേട്ടൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കല്ലേ, ഒറ്റയ്ക്ക് നിന്ന് സങ്കടപ്പെടുകയല്ലേ, അത് എനിക്ക് സഹിക്കും അമ്മേ. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ കയറി അവിടെ ചെന്നപ്പോഴേ കൊച്ചപ്പച്ചൻ അവിടെ മരച്ചീനയുടെ മൂട് നോക്കി താങ്ങിട്ട് നടക്കണം. ഞങ്ങള് പോയപ്പോഴും അത് തന്നെ, കപ്പയും പുഴുങ്ങി പന്നിയിറച്ചി തിന്നോണ്ടിരിക്കുന്ന അയാള്. ഇത് പിന്നെ എന്നാലും നമ്മളെ ആരളിയാ പറ്റിച്ച? ഇനി പാന്ന് നോക്കണ്ട ആളിയാ. അല്ലളിയാ, ഞാന് എന്റെ ഫോണിൽ നിന്ന് കൊറേ വിളിച്ചിട്ട് അവൻ എടുക്കുന്നില്ല. ഞാൻ നടന്ന നടപ്പിന് കൈ കണക്കൂലടാ, മനുഷ്യന് കാലും അങ്ങനെയില്ല. എനിക്ക് അതെ നാത്തൂനെ, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയി അളിയന്റെ ഫോൺ അളിയന്റെ ഫോണിൽ ഒന്ന് വിളിച്ചു നോക്കാം. എടുത്തേ, പറ്റിയത് പറ്റി. ഇനി അങ്ങനെ നമ്മളെ പോലുള്ള ആണുങ്ങളെ പറ്റിക്കാനായിട്ട് ആരാണ് ഇവിടെ? എന്റെ ഫോൺ നന്നല്ലാത്ത ഫോണല്ലേ? അത് കുഴപ്പമില്ല, നീ വിളിക്ക്. 70 ഇന്ന് എടുത്തിട്ടുണ്ടെങ്കിലോ വല്ല വിജയായിരിക്കും. എടുക്കണില്ല കള്ളൻ. ആ കനക, ഞാനെത്തി. എന്ത് തോന്നിയ
ആൾക്കാരെ ഫോൺ ചെയ്ത് പറ്റിക്കണടാ. ആരെ പറ്റിച്ച നിനക്കൊന്നും അറിയില്ല. ആരും പറ്റത്തില്ല. പറ്റിച്ച ഞാനാണ്. നിങ്ങളുടെ പോക്ക് മുടക്കിയ ഞാനാണ്. കണ്ടാ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ വിശ്വസിച്ചില്ലല്ലോ. അല്ല ബാക്കിയോടെ കേക്ക്. വേണ്ട നീ കേക്കടി. ഇതാ ഇവ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജനശതാബ്ദിക്ക് 6 ടിക്കറ്റ് എടുത്തിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. എന്തിന്? അമ്മ അപ്പൊ മെട്രോ കാണണ്ടേ? നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാം അമ്മ. അല്ലാതെ ഇവര് മാത്രം അങ്ങ് പോയി സൂഹിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കേടാ ഭാര്യ കരഞ്ഞ് മൂക്കൊലിപ്പിച്ച് കാണിക്കുമ്പോ അവളുടെ സാരിത്തുമ്പ് പിടിച്ചോണ്ടാ പോകുന്നത് വലിയ കേമത്തിലൊന്നും അല്ല കേട്ടാ. അത് മനസ്സിലാക്കി. അയ്യോ അപ്പൊ നീ അവളുടെ കൈ പിടിച്ചിട്ട് മെട്രോ കാണാൻ പോയല്ലോ. അപ്പൊ അതിന് കുഴപ്പമില്ല അല്ലേ? മെട്രോ കാണാൻ പോയി. അയ്യോ എന്തൊരു പച്ചപ്പാവ. അമ്മ പറഞ്ഞു ഞങ്ങളോടല്ല. അയ്യോ ഞാൻ മെട്രോ കാണാൻ പോയതല്ല. ഞാൻ എന്റെ അച്ഛനെ കാണാൻ വേണ്ടി പോയതാ. പിന്നെ പോവാൻ നേരത്തെ അമ്മ ചോദിച്ചപ്പം ഞാൻ വെറുതെ അമ്മയെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞ മെട്രോ കാണാൻ പോയതാ. അളിയാ നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് സന്തോഷത്തോടെ ഒരു കുടുംബമായിട്ട് പോകുമ്പോഴല്ലേ നമുക്ക് സന്തോഷിക്കാൻ പറ്റണത് അല്ലേ? പിന്നെ നമുക്ക് അങ്ങനെ പോവാം. എന്നിട്ട് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോയിട്ട് നമ്മൾ മെട്രോ കാണും. അല്ലളിയാ, അപ്പൊ നെയ്യാറ്റിൻകരയുള്ള എന്റെ കൊച്ചപ്പനെ കാണാൻ നിങ്ങൾ പോയില്ലായിരുന്നോ? എന്ത് നെയ്യാറ്റിൻകര, എന്ത് കൊച്ചപ്പൻ. Alien versus Alien.